രാവിലെ പുറത്തു നടന്ന സംഭവങ്ങളെ കുറിച്ച് നീ ഗിരിയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. സ്വാതി എന്തായാലും ഇന്നത്തെ കാര്യം ഗിരിയോട് പറയാതിരിക്കില്ല. കുഴപ്പാവോ ഗൗരിച്ചി? അവള് പറഞ്ഞ് ഗിരിയതറിഞ്ഞ സംഗതി കുഴപ്പമാവും. പക്ഷേ അതിനു മുമ്പ് നീ പറഞ്ഞ് ഗിരിയതറിയണം. നിന്നെ നിർബന്ധിച്ച് സ്വാതിയുടെ കൂടെ വിട്ടത് ഗിരി തന്നെയല്ലേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷെ എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് ഞാൻ ഏറ്റു. അഭിനയിച്ച് തകർക്കും ഞാൻ. എന്നാ ചെല്ല്. ഭർത്താവിന്റെ മുൻപില് നിന്റെ അഭിനയം നന്നാക്കാൻ പറ്റുമോ നോക്ക്. അഭിനയത്തിനല്ലേ? അതിനെനിക്ക് ഓസ്കാർ കിട്ടും. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. ഓസ്കാർ കിട്ടുന്നത് നിനക്കല്ലടി, എനിക്കാ. നല്ല നടി ഞാൻ തന്നെയാടി മോളെ. അതെ, എനിക്കൊരു കാര്യം അറിയണം. എന്താ? ഞാൻ ഈ വീട്ടില് ആരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കണം? നീ എന്താ പറഞ്ഞു വരുന്നത്? ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്നത് മനസ്സിലാക്കാം, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് അടിമവേല ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് ഒരു പെണ്ണിന്റെ ഗതികേട് തന്നെയാ. ഇനി ആ ഗതികേട് അനുഭവിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഗിരിയേട്ടന് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേക്ക്. താനിത്ര ശോഭിക്കാനും കരയാനും ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പോഴല്ല, ഇന്ന് പകല് നടന്ന കാര്യം. അതെങ്ങനാ? ഗിരിയേട്ടനോട് എന്തെങ്കിലും ഒന്നും മിണ്ടാനും പറയാനും എനിക്കിവിടെ മുഹൂർത്തം നോക്കണമല്ലോ. ഈ കാര്യം പറ. ഞാൻ പറയുന്ന ഗിരിയേട്ടൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെക്കാളും ഏട്ടത്തിയല്ലേ നിനക്ക് വിശ്വാസം? അതെ, വിശ്വാസമാണ്. ആരെയും ദ്രോഹിക്കുന്ന ഒന്നും ഏടത്തി ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഞാൻ നിന്നോട് നേരത്തെയും പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം തെറ്റിയതുകൊണ്ടാ എനിക്കിപ്പോ വീണ്ടും ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത്. അഭിമാനത്തിന് മുറിവേറ്റിങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഇത്രയ്ക്ക് നിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ ഏടത്തി എന്താ ചെയ്തത്? എന്ത് ചെയ്തെന്നോ? ഈ താലി ഗിരിയേട്ടനല്ലേ എന്റെ കഴുത്തി കെട്ടിയത്? ഈ താലി ഗിരിയേട്ടനല്ലേ എന്റെ കഴുത്തി കെട്ടിയത്? അതെ, അല്ലെന്നാരാ പറഞ്ഞത്? എന്നിട്ടാണോ ഈ താലി പൊട്ടിച്ചെടുക്കാൻ അവര് നോക്കിയത്? എടി, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറ. ഗിരിയേട്ടൻ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ രാവിലെ അവരുടെ കൂടെ പോയത്? അതെ, അതിനിപ്പോ എന്താ സംഭവിച്ചേ? ജീവിതത്തിൽ തെറ്റ് പറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് വെച്ച് ഒരു പെണ്ണിന്റെ താലി പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ത് ന്യായമാ? നിങ്ങളുടെ ഇടത്തി അതോ എന്നോട് ചെയ്തത്? നീ ഇങ്ങനെ ഇവിടെ എവിടെയും തൊട്ട് പറയാതെ ഉള്ള കാര്യം എന്താ നേരെ പറ. എന്നെയും വിളിച്ചുകൊണ്ട് ആ സ്ത്രീ നേരെ പോയത് എങ്ങോട്ടാണെന്ന് അറിയോ? ആ ജയന്റെ അടുത്തേക്ക്. അയാളെ അവര് വിളിച്ചു വരുത്തിയിട്ടാ എന്നെ കൊണ്ട് പോയത്. എന്നിട്ട് അയാൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഗിരിയേട്ടനും അറിയാവുന്നല്ലേ? എന്റെ അറിവുകേടുകൊണ്ട് ഒരിക്കൽ പറ്റിയ തെറ്റിന് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ശിക്ഷിക്കണോ ഗിരിയേട്ടാ? നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. ഗിരിയേട്ടൻ അറിയാതെ അയാളെ വിളിച്ചു വരുത്തി അയാളുടെ മുന്നിൽ വെച്ച് എന്നോട് ഈ താലിമാല അഴിച്ചിട്ട് എടുത്തിടെ കൈ കൊടുക്കാൻ പറഞ്ഞു.
ഓഹോ, ഏടത്തി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പക്ഷെ ഗിരിയേട്ടൻ കെട്ടിയ ഈ താലി ഈശ്വരൻ തന്ന ദാനമായിട്ട് കരുതി കഴുത്തി സൂക്ഷിക്കുന്നവളാ ഞാൻ. ഇതഴിച്ചു കൊടുത്തിട്ട് എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? മരിക്കും ഞാൻ. എന്നെ കൊണ്ട് അതേ പറ്റൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമോ ഗിരിയേട്ടന്. എന്റെ ദൈവമോ ഗിരിയേട്ടൻ. പിന്നെന്താ ഉണ്ടായത്? നീ അത് പറ. ഈ താലി അഴിച്ച് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് ജയന്റെ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഗിരിയേട്ടൻ ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ ഗിരിയേട്ട? എന്റെ ഗിരിയേട്ടനില്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ല. എന്നിട്ട് നീ പിന്നെ എങ്ങനെയാ തിരിച്ചു വന്നത്? എടുത്തിട്ട് അടിമയായിട്ട് ജീവിക്കാമെങ്കിൽ മാത്രം ഈ വീട്ടിലേക്ക് തിരിച്ചു കയറിയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നീ അത് സമ്മതിച്ചോ? എന്ത്? എടുത്തിട്ട് അടിമയായിട്ട് ജീവിക്കാൻ അങ്ങനെ സമ്മതിച്ചിട്ടാണോ നീ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്? എന്റെ ഗിരിയേട്ടൻ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അതിനപ്പുറം സഹിക്കാൻ തയ്യാറാ. അങ്ങനെ തീരുമാനിച്ച ഞാൻ തിരിച്ചു വന്നത്. ഓ, അത് ശരി. അതെ, നീ ഈ വീട്ടിൽ ആരുടെ അടിമയായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഭാര്യയുടെ അന്തസ്സും അഭിമാനവും കളയാതെ വേണം നീ ഈ വീട്ടിൽ ജീവിക്കാൻ. ഏടത്തിന്ന് വെച്ചാ എനിക്ക് എന്റെ അമ്മയ്ക്ക് തുല്യം തന്നെയാ. നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് തന്നെയായിരിക്കും ഏടത്തി അങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചതും. നീ ഇപ്പൊ പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണെന്ന് പോലും എനിക്ക് ഏടത്തിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരെ അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഏടത്തി പറഞ്ഞത് എന്റെ അഭിപ്രായമാണെന്ന് തന്നെ കരുതിയാൽ മതി. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാ ഏട്ടത്തി ആയിരിക്കില്ല ഈ താലിമല തിരികെ വാങ്ങിക്കുക, ഞാനായിരിക്കും. അതെ, ഈ വീടിന്റെ അധികാരി ഇപ്പൊ ഏട്ടത്തിയാ. അവര് പറയുന്നതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം നീ ഇവിടെ ജീവിച്ചാ മതി. മനസ്സിലായോ? എന്തിനായിട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ഏയ്, ടെൻഷനൊന്നുമില്ല. എന്നാലും ഒരു ആകാംക്ഷ. ഈ ഏട്ടന്റെ ഒരു കാര്യം, അച്ഛൻ ആകപ്പാടെ കുറച്ച് ദിവസത്തേക്കല്ലേ ഇവിടുന്ന് മാറി നിന്നുള്ളൂ. ഇപ്പൊ ഏട്ടന്റെ ഭാവം കണ്ട അച്ഛൻ നാട് വിട്ടു പോയിട്ട് കൊല്ലങ്ങളായെന്ന് തോന്നും. താൻ കളിയാക്കണൊന്നും വേണ്ട, എനിക്ക് അത്രയ്ക്ക് വെപ്രാളൊന്നുമില്ല. അതീ മുഖത്ത് നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. അച്ഛനത് നല്ല പണിയെ കാണിച്ചത്. ഞങ്ങളൊക്കെ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ? എടാ, എയർപോർട്ടിൽ നിന്ന് കാറി കയറിയപ്പോ മുതല് ഇവന്റെ പരാതിയും പരിഭവവും കേട്ട് എന്റെ തല മരവിച്ചിരിക്കുക. ഇനി നീയും കൂടെ അത് തന്നെ പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കലേ നീലേ? മോളെ സ്വാതി, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നിനൊരു കുഴപ്പമില്ല അച്ഛാ. അല്ല, അച്ഛൻ എന്താ ആരോടൊന്നും പറയാതെ പോയത്? ചില യാത്രകൾ അങ്ങനെയാ മോളെ, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചൊന്നും പോകാൻ പറ്റില്ല. ഇതും അങ്ങനെ ഒന്നാന്ന് കരുതിയാ മതി. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് ജനുവങ്കിള് ഫോണിൽ കൂടെ പറഞ്ഞപ്പോ ഞങ്ങള് കരുതി ഇനി വേറെ വല്ല കല്യാണവും കഴിച്ചു എന്ന്. ആണോ? വേണമെങ്കിൽ നമുക്കതും ആലോചിക്കാം. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് ജനുവങ്കിള് ഫോണിൽ കൂടെ പറഞ്ഞപ്പോ ഞങ്ങള് കരുതി ഇനി വേറെ വല്ല കല്യാണവും കഴിച്ചു എന്ന്. ആണോ?
വേണമെങ്കിൽ നമുക്കതും ആലോചിക്കാം. വല്യച്ഛൻ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും അതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ മക്കൾക്കൊക്കെ വല്യച്ഛന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്നതിനൊക്കെ ചില പരിമിതികളുണ്ടല്ലോ. ഇതാവുമ്പോ വല്യച്ഛൻ ഒരു കൂട്ടാവുകയും ചെയ്യും. എന്നാ പിന്നെ നമുക്കൊരു സെക്കൻഡ് മാരേജ് ആലോചിച്ചാലോ അച്ഛാ? എടാ, ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ കൂട്ട് അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ തന്നെയാ. ഭാര്യ ജീവിച്ചിരിക്കെ തന്നെ മരിക്കുന്ന ഭർത്താക്കന്മാരാ ജീവിതത്തിൽ ഭാഗ്യം ചെയ്ത പുരുഷന്മാർ. പക്ഷെ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. പണ്ടൊരിക്കൽ തമാശയ്ക്ക് സംസാരിക്കുമ്പോഴെപ്പോഴോ അവളൊരു കാര്യം പറഞ്ഞിരുന്നു. അവളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഗംഗയിൽ മുങ്ങി അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതിനുവേണ്ടിയായിരുന്നു യാത്ര. അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എല്ലാരും എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? മോളെ, ഭക്ഷണം എടുത്തു വെക്ക്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വാ വാടാ. ഇതുപോലെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്ന സ്ത്രീകളാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതികൾ. കണ്ടില്ലേ, അമ്മയോടുള്ള സ്നേഹം അച്ഛന്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഏട്ടന്റെ അമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്യില്ല കേട്ടോ. എന്ത്? ഏട്ടനെ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. അവസാന ശ്വാസം വരെ ഞാൻ കൂടെ ഉണ്ടാവും. ഹലോ ഹലോ, ആരാ? ഹലോ, വോയിസ് ക്ലിയർ ആവുന്നില്ല. ആവില്ല. ചില കാര്യങ്ങൾ ക്ലിയർ ആകണമെങ്കിൽ ഒന്ന് ഉറക്കെ പറയേണ്ടി വരും. ഞാൻ വേദയാണ്. വേദയോ? നീ ഇതെവിടുന്നാ? ചെയ്യാത്ത കുറ്റം തലയിൽ കെട്ടിവെച്ച് എന്നേക്കുമായി എന്നെ ഈ 4 ചുമരുകൾക്കകത്തങ്ങ് തള്ളാമെന്ന് കരുതിയല്ലേ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ തിരിച്ചു വരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഇപ്പോ നിങ്ങളുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം ഇവിടെ ഇരുന്ന് എനിക്ക് കേൾക്കാം. പേടിക്കണ്ട, നിങ്ങൾ എനിക്കൊരു ഇതേ അല്ല. എനിക്ക് വേണ്ടത് അവളെയാണ്, ആ സ്വാതിയെ. അവളെ ഞാൻ ഇല്ലാതാക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, രക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കേണ്ട അവളെ. ശ്രമിച്ചാൽ പിന്നെ ഞാൻ മേലും കീഴും നോക്കില്ല. ഇന്നെന്റെ ശത്രുപക്ഷത്ത് അവൾ മാത്രമേ ഉള്ളൂ. വെറുതെ അവളെ സംരക്ഷിക്കാൻ നോക്കി നിങ്ങളടക്കം കുടുംബം മുഴുവൻ ബലിയാടുകളാവരുത്. മുറിവേറ്റ പെണ്ണാ ഞാൻ. മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുണ്ടാവും അതിന്. ഓർത്തോ? ഹലോ ഹലോ, അച്ഛാ, ആരായിരുന്നു അച്ഛാ ഫോണില്? അത് എന്റെ ഒരു സുഹൃത്താ. വേദ എന്ന് മുതലാ അച്ഛന്റെ സുഹൃത്തായത്? അവൾ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നീ അത് എന്താന്ന് വെച്ചാൽ പണി നോക്കുമോളെ. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അത് മോളെ, വേദയാണ് വിളിച്ചതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഭീഷണിയായിരിക്കും. എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടിട്ട്
അതൊരു പാഴ്വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് തിരിച്ചു വരും. അവക്ക് വേണ്ടത് നിന്നെയാ. മോളെ നീയ് വരട്ടെ അച്ഛാ, വന്നിട്ട് അവളെന്നെ എന്ത് ചെയ്യാനാ? എന്താണ് അവളുടെ പ്ലാൻ എന്നൊന്നും എനിക്കറിയില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. ജയിലിൽ നിന്നും അവളിങ്ങനെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ഉദ്ദേശം ഒരൊറ്റയാൾ പോരാട്ടമൊന്നുമല്ല. ആരൊക്കെയോ അവളുടെ പിന്നിലുണ്ടെന്ന് ഒരു തോന്നല്. ആരോ ഉണ്ടായിക്കോട്ടെ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഈ വീട്ടിന്റെ ഐശ്വര്യം എന്നേക്കുമായി ഇല്ലാതാക്കിയവൾ അവള്. നമ്മുടെ വീടിന്റെ പ്രകാശം ഊതിക്കെടുത്തിയവൾ. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാൻ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഒരു വാക്ക് ഞാൻ തരാ അച്ഛാ, ഇതിന്റെ പേരിൽ നിങ്ങളുടെ ആരുടെയും മേൽ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും. കലക്കി മാസ് ഡയലോഗ്. ഏട്ടത്തിക്ക് വല്ല സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പോയി കൂടെ? ആ ഡയലോഗ് കേട്ടിട്ട് അങ്ങേര് ദീർഘനിശ്വാസം വിട്ടോണ്ട് പോയി. അതെ, ഈ വേദ മൂകാംബികയില് ഭജന ഇരിക്കാൻ പോയതൊന്നുമല്ല, ജയിലിൽ കിടക്കുക, സെൻട്രൽ ജയിലില്. അതുകൊണ്ട് അവളുടെ ഇപ്പോഴത്തെ കമ്പനികള് സ്വാമിമാരും ഭിക്ഷുക്കളൊന്നും അല്ല, നല്ല മുറ്റ ക്രിമിനലുകളാ. എന്നുവെച്ച് അവള് വരുന്ന് പറഞ്ഞ വരും, നിങ്ങളെ കൊല്ലും. ഒന്ന് പോടി അവിടെ. ഗൗരിജി, ഗൗരിജി, ഇങ്ങനെ സർവ്വസമയവും ഈ കുന്ത്രാണ്ടും ചെവി കുത്തിക്കയറ്റി വെച്ച് തേപ്പ് വീഡിയോകളും കണ്ടോണ്ടിരുന്നോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെന്ന് ഗൗരിജിക്ക് വല്ല ധാരണയുണ്ടോ? എന്തു നടന്നാലെന്താ, ഒന്നും അങ്ങോട്ട് കാര്യത്തോട് അടുക്കുന്നില്ലല്ലോ. അടുക്കും, ഇനി പെട്ടെന്ന് തന്നെ പലതും കാര്യങ്ങളോട് അടുക്കും. ഒന്ന് തെളിച്ചു പറവച്ചേ. ഞെട്ടരുത്. ശ്രമിക്കാം. കുറച്ചു മുമ്പ് ഇവിടുത്തെ ലാൻഡ് ഫോണില് വേദ വിളിച്ചു. ഇപ്പൊ ഞെട്ടിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ കുന്ത്രണ്ടത്തില് കമിഴ്ന്ന് കിടക്കാതെ ചുറ്റും നോക്കണമെന്ന്. എന്നിട്ട് നീ ബാക്കി പറഞ്ഞേ. വല്യച്ഛനാ ഫോൺ എടുത്തത്, കണക്കിന് കിട്ടിക്കാണും. പക്ഷേ അവളുടെ ലക്ഷ്യം എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ സ്വാതി മാത്രം. അതിന് അകത്ത് അഴിയണ്ണി കിടക്കുന്ന അവള് സ്വാതി എന്ത് ചെയ്യാനാ? അതാണ് ഇന്നത്തെ ഫോൺ കോളിലെ ഏറ്റവും സുപ്രധാനമായ പോയിന്റ്. അവള് തിരിച്ചു വരുന്നു സ്വാതിയെ കൊല്ലാൻ. പിന്നെ അവള് ചോറ് പോരിക്കല്ലേ ഇത്ര വേഗം അങ്ങ് തിരിച്ചു വരാൻ? നീ കേട്ടത് തെറ്റിയതാവും. ഒരിക്കലും ഇല്ലേ ചേച്ചി, ഞാൻ എന്റെ 2 കാതും കൊണ്ട് കേട്ടതാ. അവള് തിരിച്ചു വരുന്നു. വല്യച്ഛനോട് അവള് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വല്യച്ഛ സ്വാതിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഇനി പരോള് വല്ലതും? ചെലപ്പോ ആയിരിക്കും. എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി മോളെ. നമ്മളെ ചുമ്മാതങ്ങ് നിന്നുകൊടുത്താ മതി, ബാക്കിയൊക്കെ അവള് നോക്കിക്കോളും. വല്യമ്മ ഇല്ലാതാക്കിയതിന്റെ കാൽ ബുദ്ധിമതി ഈ വീപ്പക്കുറ്റി ചവിട്ടി പൊട്ടിക്കാൻ. നീ എനിക്ക് തന്നതേ വേറൊരു ഇൻഫർമേഷൻ മാത്രമല്ല, ഇന്ന് രാത്രിയിലെ മനസമാധാനായിട്ടുള്ള എന്റെ ഉറക്കം കൂടിയാ. കൊള്ളാം.
ഏടത്തി നീയൊന്നും അത്ര ചെറുതായിട്ട് കാണണ്ട. ആ, അയ്യോ ആ സാധനത്തിന് എങ്ങനെ ചെറുതായിട്ട് കാണുന്നേ? നല്ല വലുതായിട്ട് തന്നെയാ കാണുന്നത്. തമാശ കള ഗൗരി. വേദ അത്രയ്ക്ക് വലിയ ആളായിരുന്നെങ്കിലേ അവളെ ഈ കേസിൽ പിടിപ്പിച്ച ഏട്ടത്തിക്കെതിരെ അവൾക്ക് പലതും ചെയ്യാമായിരുന്നു. എന്തേ കഴിഞ്ഞില്ല? ഇപ്പൊ എല്ലാം കൈവിട്ട് പോയതിനു ശേഷം തിരിച്ചു വന്ന് ഏട്ടത്തി തളർത്തും പോലും. എടി, കാലിച്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത ആ ഭീഷണി കേട്ട് നീയൊക്കെ സന്തോഷിക്കുന്നോ? കഷ്ടം. മോനെ ഗിരി, കഷ്ടം തോന്നേണ്ടത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാ. കാരണം നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഒരു പെണ്ണിന്റെ അവസ്ഥ. എന്തവസ്ഥ? അന്നീ പ്രശ്നങ്ങളൊക്കെ വേദ നേരിടുന്ന സമയത്ത് അവൾക്കൊപ്പം നിൽക്കാത്തൊരു ഭർത്താവുണ്ട്, അവളെ സഹായിക്കാത്തൊരു കുടുംബമുണ്ട്. ഇന്നതല്ല അവളുടെ സ്ഥിതി. അവളൊറ്റയ്ക്ക, പെണ്ണൊറ്റയ്ക്ക് നിന്ന, ഒരുമ്പെട്ട് നിന്ന അവളെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല. അന്ന് അവൾക്കൊണ്ടായിരുന്ന സകല ദൗർബല്യവും ഇന്ന് സ്വാതിക്കുണ്ട്, അത് മറക്കരുത്.